നമസ്കാരം. കേന്ദ്ര ടെലികമ്മ്യൂണിക്കേഷൻസ് വകുപ്പ് നടപ്പാക്കാൻ പോകുന്ന പുതിയ സിം കാർഡ് നിയമങ്ങൾ സാധാരണക്കാരെയും പ്രത്യേകിച്ച് അന്താരാഷ്ട്ര യാത്രക്കാരെയും പ്രവാസികളെയും ആശങ്കയിലാഴ്ത്തുന്ന ഒന്നാണ്. നിലവിൽ ഒന്നിലധികം സിം കാർഡുകൾ കൈവശം വെക്കുന്നവർ അത് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത കണക്കിലെടുത്ത് അത്തരം സിമ്മുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനും വീണ്ടും KYC നൽകാനുമൊക്കെ ആവശ്യപ്പെടുന്ന പുതിയ നിയമങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ നിയമങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുക പ്രവാസികളെയാണ്. വിദേശ രാജ്യങ്ങളിലുള്ളവർ സ്വന്തം രാജ്യത്തെ സിം കാർഡുകൾ, സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ, ബാങ്ക് അക്കൗണ്ടുകൾ, മറ്റ് സർക്കാർ സേവനങ്ങൾ എന്നിവയ്ക്ക് വേണ്ടി സജീവമായി നിലനിർത്താറുണ്ട്. പുതിയ പരിഷ്കാരങ്ങൾ വരുമ്പോൾ വാട്സപ്പ്, ടെലിഗ്രാം പോലുള്ള ഡിജിറ്റൽ ആശയവിനിമയങ്ങളെയും തുടർന്ന് സുപ്രധാനമായ മറ്റ് ഓൺലൈൻ സേവനങ്ങളെയും എങ്ങനെ ബാധിക്കുമെന്ന ആശങ്ക ശക്തമാണ്. വാട്സപ്പും ടെലിഗ്രാമും പോലുള്ള ആപ്പുകൾ ഉപയോഗിക്കാൻ രജിസ്റ്റേർഡ് സിം കാർഡുകൾ ഫോണിൽ ഉണ്ടായിരിക്കണമെന്ന വ്യവസ്ഥ നടപ്പാക്കുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം മിക്ക ആളുകളും വാട്സപ്പ്, മറ്റ് സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഒരു ഫോണിൽ, സിം കാർഡ് മറ്റൊരു ഫോണിൽ അങ്ങനെ സൂക്ഷിക്കുന്നവരാണ്. അങ്ങനെ ഒരുപാട് ആളുകൾ നമുക്കിടയിൽ തന്നെയുണ്ട്. സിം കാർഡ് ഇട്ടിരിക്കുന്ന അതേ ഫോണിലെ ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും വാട്സപ്പ്, ടെലിഗ്രാം പോലുള്ളവ ലഭ്യമാകും എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് പ്രവാസികൾക്ക്. എന്തായാലും ഇത് ഫെബ്രുവരി 28 മുൻപ് നടപ്പാക്കാനാണ് കമ്പനികളോട് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. നിലവിൽ പലരും വിദേശത്തെത്തിയ ശേഷം സ്വന്തം സിം കാർഡിന് പകരം ആ രാജ്യത്തെ താൽക്കാലിക സിം വാങ്ങാറുണ്ട്. ഇത്തരത്തിൽ സിം മാറിയാൽ വാട്സപ്പ് പോലുള്ള ആപ്പുകൾ ഉപയോഗിക്കാൻ കഴിഞ്ഞേക്കില്ല. മാറിയിട്ടാലും 6 മണിക്കൂറിനുള്ളിൽ വീണ്ടും ഇന്ത്യൻ സിം ഇടേണ്ടതായി വരാമെന്നാണ് അറിയുന്നത്. അല്ലെങ്കിൽ ലോഗ് ഔട്ട് ആകാം. താൽക്കാലിക സിം എടുക്കാതെ ഇന്ത്യൻ സിം തന്നെ ഫോണിൽ ഉണ്ടെങ്കിൽ വൈഫൈ വഴി ഇത്തരം ആപ്പുകൾ ഉപയോഗിക്കുന്നതിന് തടസ്സം വരില്ല. ഇതിന് റോമിംഗ് പ്ലാനും ആവശ്യമില്ലെന്നാണ് ടെലികോം വകുപ്പ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഇലക്ട്രോണിക് സിം അഥവാ സിം ഉപയോഗിക്കുന്നതിന് തടസ്സമുണ്ടാകില്ല. നിലവിൽ വാട്സപ്പ് പോലുള്ള ആപ്പുകളിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ സിം വെരിഫിക്കേഷൻ ആവശ്യമാണെങ്കിലും തുടർന്ന് ഉപയോഗിക്കാൻ അതേ സിം ആവശ്യമില്ല. സിം കാർഡ് ഇല്ലെങ്കിൽ ആപ്പ് ഉപയോഗിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് ഫെബ്രുവരി 28 സാങ്കേതിക സംവിധാനം കമ്പനികൾ മാറ്റണമെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. ഓരോ നിമിഷവും ഫോണിൽ സിം കാർഡ് ഉണ്ടെന്ന് വെരിഫൈ ചെയ്യുന്ന തരത്തിലായിരിക്കും സംവിധാനം എന്ന് ചുരുക്കം. സിം ഫോണിൽ നിന്ന് മാറിയാൽ ആപ്പ് പ്രവർത്തനം നിലയ്ക്കും. ചിലരുടെ സിം കാർഡ് ഒരു ഫോണിലും അവരുടെ വാട്സപ്പ് മറ്റൊരു ഫോണിലുമായിരിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുതിയ ചട്ടം നടപ്പാക്കുമ്പോൾ വാട്സപ്പ് ഉള്ള ഫോണിൽ തന്നെ സിം കാർഡ് ഉപയോഗിക്കേണ്ടതായി വരും. ഒരേ വാട്സപ്പ് അക്കൗണ്ട് ഒന്നിലധികം ഫോണുകളിൽ ഉപയോഗിക്കാവുന്ന സംവിധാനം നിലവിലുണ്ട്. രജിസ്റ്റേർഡ് സിം ഇല്ലാത്ത ഫോണുകളിൽ ഓരോ 6 മണിക്കൂർ കൂടുമ്പോഴും അക്കൗണ്ട് ലോഗ് ഔട്ട് ആകാൻ ഇടയുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ വീണ്ടും ലോഗിൻ ചെയ്യേണ്ടതായി വരും. പുതിയ സിം കാർഡ് നിയമങ്ങൾ അന്താരാഷ്ട്ര യാത്രക്കാർക്ക് ഒരു നിർബന്ധിത ഡിജിറ്റൽ സംവിധാനം ഒരുക്കുന്നുവെന്നാണ് പറയുന്നത്. ഇത് കൂടുതൽ സുരക്ഷിതമാക്കാനായിട്ടാണ് ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് മാറുന്നത്. ഇന്ത്യയിൽ നിന്നും വിദേശത്തേക്ക് യാത്ര ചെയ്യുന്നവരും വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്നവരും തങ്ങളുടെ ഇന്ത്യൻ സിം കാർഡുകൾ ഒരു നിശ്ചിത കാലയളവിൽ സജീവമായി നിലനിർത്താൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ സിം കാർഡ് ഡീആക്ടിവേറ്റ് ചെയ്യപ്പെടും. ആ നമ്പർ മറ്റൊരാൾക്ക് ലഭിക്കുകയും ചെയ്യുന്നതോടെ നിങ്ങളുടെ സ്വകാര്യ വിവരങ്ങളും ചാറ്റുകളും ഉൾപ്പെടെയുള്ള വാട്സപ്പ് അക്കൗണ്ട് കൈവിട്ടു പോകാൻ സാധ്യതയുണ്ട്. അതിനാൽ സ്ഥിരം യാത്രക്കാർ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അക്കൗണ്ട് സജീവമായി നിലനിർത്താൻ ഉദ്ദേശിക്കുന്ന പ്രാദേശിക നമ്പറുകളിലേക്ക് മാറ്റുകയോ അല്ലെങ്കിൽ 2 ഫാക്ടർ ഓതന്റിക്കേഷൻ നിർബന്ധമായും പ്രവർത്തനക്ഷമമാക്കുകയോ ഒക്കെ ചെയ്യണം. ഈ നിയമങ്ങൾ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ലക്ഷ്യമിടുമ്പോഴും ഓരോ ഉപയോക്താവും സ്വയം ജാഗ്രത പാലിക്കേണ്ടത് ആവശ്യമാണ്.